വിരമിക്കൽ ദിനത്തിൽ ചീഫ് സെക്രട്ടറി ജയതിലകിനെ കുത്തി എൻ പ്രശാന്ത് IASന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ജയതിലകിന്റെ ചിത്രം വെച്ചാണ് പോസ്റ്റ്. ചിലർ അന്തസ്സോടെ പടിയിറങ്ങും, ചിലരുടെ പടിയിറക്കത്തെ സമൂഹം വലിയൊരു ആശ്വാസത്തോടെ നോക്കിക്കാണും. ഇക്കൂട്ടർ ചരിത്രത്തിൽ അവശേഷിപ്പിക്കുന്നത് ഒരു പൊതുസേവകൻ ഒരിക്കലും എന്താവരുത് എന്നതിന്റെ ഉദാഹരണം മാത്രമാണ്. ചുവരുകളിൽ വെള്ളയടിച്ച ശവക്കല്ലറുകളുടെ ഭംഗി ബാക്കിയുണ്ടാകാം, പക്ഷേ കാലത്തിന്റെ വിചാരണയിൽ നിന്ന് ആർക്കും ഒളിച്ചോടാനാകില്ല. നന്നായി വരട്ടെ എന്ന ആശംസയോടെയാണ് കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. അച്ചടക്ക ലംഘനം ആരോപിച്ച് തുടരെ സസ്പെൻഡ് ചെയ്തതിന്റെ അവസാന കലിപ്പ് തീർത്താണ് പ്രശാന്തിന്റെ പോസ്റ്റ്. ആധികാരികത ഇല്ലാതായി മാറുന്ന ഒരു മനുഷ്യന്റെ വീഴ്ചയെ അശ്ലീലമായി ആഘോഷിക്കാതിരിക്കാനുള്ള മാന്യത നാം കാണിക്കണം. എന്നാൽ ക്ഷമിക്കുക എന്നതിന് ചരിത്രത്തിന്റെ താളുകൾ കീറിക്കളയുക എന്ന അർത്ഥമില്ല. വ്യക്തിപരമായി ക്ഷമിക്കുമ്പോൾ തന്നെ സമയമെടുത്തിട്ടാണെങ്കിലും നിയമലംഘനങ്ങൾക്ക് നടപടി ഉണ്ടാവുക തന്നെ വേണം. ധർമ്മം പുനഃസ്ഥാപിക്കപ്പെടുക തന്നെ വേണം. സംവിധാനം എല്ലാവർക്കും പകരക്കാരെ കണ്ടെത്തുമെന്നും ഒരിക്കൽ ഒരാളുടെ മാത്രം അപ്രമാദിത്വത്തിലാണ് തോന്നിച്ച വലിയ ഭരണയന്ത്രം താൻ പോയാലും ഒന്നും സംഭവിക്കില്ലെന്ന വലിയ യാഥാർത്ഥ്യത്തോടെ മുന്നോട്ടു പോകുമെന്ന് പ്രശാന്ത് കുറിപ്പിൽ ജയതിലകലിനെ ഓർമ്മിപ്പിച്ചു.